സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. പോയില്ലേ സഹോദരാ, ഇന്ന് ഒറ്റപ്പെട്ട വർത്തമാനങ്ങളല്ല, വാർത്തകളല്ല, സാർവത്രികമായി വന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള യുവാക്കളോട് പറയാനുള്ളത്, എന്റെയും നിങ്ങളുടെയും ആത്മാവ് അല്ലാഹു ജല്ല ജലാലുഹു പടച്ചവനിലേക്ക് ചിന്തിക്കുന്നതാവണം. നമ്മുടെ നിത്യജീവിതം റബ്ബിലേക്ക് തിരിയുന്നതാവണം. നമ്മുടെ എല്ലാമായ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗ്ഗമൊരുക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. നമ്മൾ അതിലേക്ക് പോകാൻ ഒരുങ്ങേണ്ടവരാണ്. നിങ്ങളെ രാഷ്ട്രീയത്തിന്റെ ചാബല്യങ്ങളിൽ നിന്ന് പൊതുരംഗത്ത് കിടന്ന് ബഹളമുണ്ടാക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ് മഹാന്മാരായ സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും കീഴിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായ കാര്യലാഭത്തിന് വേണ്ടിയല്ല. അല്ലയോ SYSന്റെ പ്രവർത്തകരെ, നിങ്ങളെ സമത്വയുടെ മനോഹരമായ പതാക ഉയർത്തിപ്പിടിച്ചത് ആരെങ്കിലും ഒരാളെ അധികാരത്തിൽ കയറ്റാനല്ല, ഭരിക്കുന്ന പാർട്ടിയെ അധികാരത്തിൽ നിന്നിറക്കാനല്ല, മറിച്ച് ആ മഹനീയമായ പതാക പിടിച്ച് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശബ്ദമുയർത്തിയിട്ട് നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള സൽക്കർമ്മം ചെയ്യാനാണ്. അല്ലയോ SSFന്റെ കൂട്ടുകാരാ, ത്രിവർണ്ണ പതാക കയ്യിലേന്തിയിട്ട് സായാഹ്നങ്ങളിൽ നീ സംഘടനയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയത്, തെരുവിലിറങ്ങിയത്, നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും താൽക്കാലിക കാര്യലാഭത്തിനല്ല, ഒരു ഭരണകക്ഷിയെ പ്രോത്സാഹിപ്പിക്കാനല്ല, ഒരു പ്രതിപക്ഷത്തിനെതിരെയോ അനുകൂലമായോ നിൽക്കാനല്ല. നാളെ സ്വർഗീയ കവാടത്തിലേക്ക് ലോകത്തിന്റെ നേതാവ്, എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ സർവാത്മനായുള്ള വിലാസം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലിവാഉൽ ഹംദ് പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ അതിന്റെ പിന്നണിയിലൊന്ന് കൂടാനാണ്. എന്റെ ഉമ്മമാര് പെങ്ങന്മാരോട് പ്രത്യേകം പറയട്ടെ, നിങ്ങളുടെ മക്കളെ SYSകാരാക്കണം, നിങ്ങളുടെ മക്കളെ SSFകാരാക്കണം. അതേതെങ്കിലും താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. നാളെ നിങ്ങളുടെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാവാനാണ്. ശാബുൻ നശഫി ഇബാദത്തില്ലാഹ്. മഹാനായ ഖാലിദ് സാഹിബിനെ ഓർമ്മിക്കുന്നത് രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണ്ടി ജയ് ജയ് വിളിച്ചതിന്റെ പേരിലല്ല, രാഷ്ട്രീയ പതാക പിടിച്ചിട്ട് തെരുവിൽ കിടന്ന് അമറിയതിന്റെ പേരിലല്ല. ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകരുടെ മനസ്സുകളിൽ ഇപ്പോഴും ആവേശമായി ചൊക്ലിയിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖാലിദ് സാഹിബ് നിലകൊള്ളുന്നത് ഈ ധർമ്മ പതാക കയ്യിൽ പിടിച്ച് അള്ളാന്റെ ദീനിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിലാണ്. മദീന മുനവ്വറയിലെ ജന്നത്തുൽ ബഖീഇൽ വിശ്രമിക്കുന്ന വെള്ളിലെ ഉസ്താദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ഇന്നും ലക്ഷോപലക്ഷങ്ങൾക്ക് ആവേശമാകുന്നത് SSFന് വേണ്ടി നിലകൊണ്ട നേതാവാണ്, അഥവാ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊണ്ട നേതാവാണ്. നമ്മുടെ ഏറ്റവും വലിയ ആശയേതാണ്? ഏറ്റവും വലിയ കേന്ദ്രമേതാണ്? മദീനത്തു റസൂലില്ലാഹ്. ജമീനോ സമാ तुम्हारे लिए, मकीनो मका तुम्हारे लिए, बने दो जहां तुम्हारे लिए. എല്ലാം ആ പുണ്യ ഹബീബിന് വേണ്ടി. നമ്മൾ പതാക പിടിച്ചത് ഒരു അധികാരത്തിന്റെയും പീഡത്തിനല്ല. നമ്മൾ പതാക ഉയർത്തിയിട്ട് തെരുവിലിറങ്ങിയത് താൽക്കാലികമായ താല്പര്യത്തിന് വേണ്ടിയല്ല. അതേ സമയത്ത് നല്ല മാർഗത്തിലൂടെയും നല്ല ലക്ഷ്യത്തിലൂടെയും പൊതുസേവനം ചെയ്യുന്ന ആളുകളുണ്ടാവാം. അവർക്ക് അവരുടേതായ നന്മയുണ്ട്, ഗുണമുണ്ട്. അവരോടും പറയാനുള്ളത്, അടിസ്ഥാനപരമായ മതമൂല്യങ്ങൾ പണയം വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഉമറാക്കൾ ഉണ്ടാവണം. അതിന് നമ്മൾ എതിരല്ല. ജനക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല രാഷ്ട്രീയക്കാരുണ്ടാവണം. അതിന് നമ്മൾ എതിരല്ല. നിർമ്മാണാത്മകമായ പൊതുകാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ടാവണം. അതിന് നമ്മൾ എതിരല്ല.
പക്ഷേ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും മതത്തിന്റെയും മൂല്യങ്ങളെ പരിപാലിക്കാൻ പറ്റുന്ന ആളുകൾ അവിടെ ഉണ്ടാവണം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമേതാണ്? റവൈതു മിനൽ മഹബൂബി മാ ഖദ് റഅയ്തുഹു വറളഅതു അബ്നാഇ ഹവാല അഹ്മദി. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ വിലാസം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്താണ്, അവിടുത്തെ കുടുംബത്തോടുള്ള സ്നേഹമാണ്. പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകരെ, സുന്നത്തു ജമാഅത്തിന്റെ സേവകരെ, നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തരുന്ന വളരെ ചിന്താർഹമായ ഒരു സന്ദേശമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, യഅതി അലന്നാസി സമാനുൻ യുഖയ്യറു ഫീഹി അർറജുലു ബൈനൽ അജ്സി വൽ ഫുജൂർ ഫമൻ അദറക ദാലിക الزمان فليختر العجز على الفجور. എത്ര വിചിത്രമായ മനോഹരമായ ഒരു ആശയം. യഅതി അലന്നാസി സമാൻ, ജനങ്ങളിലേക്ക് ഒരു കാലം വരും, യുഖയ്യറു ഫീഹി അർറജുലു ബൈനൽ അജ്സി വൽ ഫുജൂർ. ഒന്നുകിൽ തെമ്മാടിത്തരം ചെയ്യണം, അല്ലെങ്കിൽ കഴിവുകേടാണെന്ന് പറയണം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ സെലക്ഷൻ. നിനക്ക് മദ്യപിച്ചിട്ട് ക്യാമ്പസിൽ മെയിനായി വലസാം, അല്ലെങ്കിലോ മദ്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഇവൻ ഏതാടാ, ഇവൻ ഔട്ട് ഓഫ് ഫാഷൻ, ഇവൻ പരിഷ്കാരമില്ലാത്തവൻ, ഇവൻ കഴിവുകെട്ടവൻ എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗമായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ തെറ്റു ചെയ്തിട്ട് മെയിനാവാം, അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നിന്ദ്യനായി പരിഗണിക്കപ്പെടും. കോളേജ് ക്യാമ്പസിലേക്കൊക്കെ ചെല്ലുമ്പോ ഷീ ഫ്രണ്ട് ഇല്ലെങ്കിൽ ഒരു മോശം, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ, പെൺകുട്ടികൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ഒരു മോശം. എടാ, നീയൊക്കെ ഈ കാലത്തെ വിദ്യാർത്ഥിയാണോ? ഒരു മോശത്തരം. തെറ്റു ചെയ്താൽ നല്ലവൻ, ശരി ചെയ്താൽ മോശക്കാരൻ. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാലം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം നോക്ക്, ബൈനൽ അജ്സി വൽ ഫുജൂർ. ഒന്നുകിൽ തെമ്മാടിത്തരം ചെയ്യണം, അപ്പൊ നല്ലവനായി, അല്ലെങ്കിലോ ഇവരെ ഒന്നിനും കൊള്ളില്ല. എന്തിനാടാ നീ ഈ മതത്തിന്റെ പതാകയും പിടിച്ച് നടക്കണത്? നിനക്ക് ഇതുകൊണ്ട് MLA ആവാൻ പറ്റുമോ? ഇതുകൊണ്ട് നിനക്ക് അതാവാൻ പറ്റുമോ? ഇതുകൊണ്ട് നിനക്ക് മെമ്പർ ആവാൻ പറ്റുമോ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ തെറ്റു ചെയ്തുകൊണ്ട് മേലാളനാവുകയും തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അശക്തനായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം വരും. ഞങ്ങളുടെ കൂടെ മൂല്യങ്ങൾ കളഞ്ഞിട്ട് വന്നോ, എന്നാൽ നിങ്ങൾക്ക് അധികാരം തരാം, അല്ലെങ്കിൽ നിങ്ങൾ മോശക്കാരാണ് എന്ന ഒരു കാലം വന്നാൽ ഫമൻ അദറക ദാലിക الزمان, അങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് എത്തിയാൽ ഫൽയഖ്തരിൽ അജ്സ അലൽ ഫുജൂർ, അപ്പോൾ നിങ്ങൾ തെമ്മാടിത്തരത്തിലേക്ക്, തെറ്റിലേക്ക് വീഴാതെ ഓ എനിക്ക് കഴിവില്ലേ എന്ന് പറഞ്ഞ് നീ മാറിപ്പോവുക. അതാണ് നിനക്ക് നല്ലത്. ഞാൻ കള്ളു കുടിച്ചില്ലെങ്കിൽ മോശക്കാരനായി തള്ളിയോ, എന്നാ ഞാൻ മോശക്കാരനായിക്കോളാം, എന്നാലും കള്ളു കുടിക്കാനില്ല. ഇപ്പോഴൊക്കെ അക്കാഡമിക് ഇയർ തീരുമ്പോ കുട്ടികള്, സ്കൂളിലെ കുട്ടികൾ, മിനിയാന്ന് ഞാനൊരു വീട്ടിൽ നിൽക്കുമ്പോ അവിടുത്തെ കുട്ടി 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാ, ഭയങ്കര ബഹളം വെച്ചൊക്കെ വന്നേക്കുന്നു. എന്താ മോനെ ഇങ്ങനെ വന്നത്? മറ്റൊന്നുമല്ല, ഞങ്ങളുടെ സ്കൂള് ഇന്ന് അടച്ചു, ഇനി ഈ അക്കാഡമിക് ഇയർ കഴിഞ്ഞു, അതിനെന്തിനാ ഞങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി? 8ാം ക്ലാസ്സിലെ കുട്ടി, 7ാം ക്ലാസ്സിലെ കുട്ടി സ്കൂൾ അടച്ചതിന്റെ പേരിൽ കലാലയത്തിന്റെ മുറ്റത്ത് കാണിച്ച ആഭാസങ്ങൾ പറയാ. അപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകുന്നു. ഇവിടുത്തെ മീഡിയകൾ അത് പ്രചരിപ്പിക്കാൻ, 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ കുട്ടികൾ തുള്ളിച്ചാടി വരുന്ന ഫോട്ടോ കൊടുക്കാൻ, സന്തോഷത്തിന്റെ ഫോട്ടോ അല്ല, കാണിക്കുന്ന തോന്നിവാസങ്ങളുടെ മീഡിയകൾ കാണിക്കാൻ ഇവിടെയുള്ള കുത്തക പത്രങ്ങളും മീഡിയകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോ ഒരു കുട്ടി ഉണ്ടാവും, അതിലൊന്നും പെടാതെ ഇങ്ങനെ പോവാ, ആ കുട്ടിയെക്കുറിച്ച് മോശക്കാരനാക്കപ്പെടും. ഇതുപോലെയാണ് ഇന്ന് ഒരുപാട് ചെറുപ്പക്കാര് കള്ളിന്റെ കോപ്പകളിൽ വീണുപോയത്. കമ്പനിയടിച്ച് കള്ളിൽ വീണുപോയ, മയക്കുമരുന്നിൽ വീണുപോയ കൂട്ടുകാരാ,
ഫല്യഖ്തരിൽ അജ്സ അലൽ ഫുജൂർ. മോനെ, നിന്റെ കൂട്ടുകാര് നിന്നെ മാറ്റി നിർത്തിയാലും നീ തെറ്റു ചെയ്ത് നരകത്തിലേക്ക് പോകല്ലേ മോനെ. നിനക്ക് നന്മ ചെയ്തിട്ട് കിട്ടാനുള്ള സ്വർഗം